നേമം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷം അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പരിപാടികൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അപരനെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു പാഴ് അഭ്യാസം ശ്രീ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ, മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ റിട്ടേണിംഗ് ഓഫീസറാക്കിയും അതോടൊപ്പം തന്നെ പോളിംഗ് ഓഫീസർമാരാക്കിയും ഉള്ള ഒരു പ്രചാരവേല, ഒരു അഭ്യാസം, അതും ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. ഇപ്പോൾ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ്. കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് അഭ്യാസമാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാർ തിരുവനന്തപുരം നഗരത്തിൽ, പ്രത്യേകിച്ച് BJP കൗൺസിലർമാർ ജയിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളം മുട്ടുക എന്നത് പറയുന്നത് ചില സമയത്തൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് കുടിവെള്ളം മുട്ടുന്നത് BJP കൗൺസിലർമാർ ജയിച്ച 51 വാർഡുകളിലാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. BJP കൗൺസിലർമാർക്കെതിരെയും BJPയുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ BJPക്കെതിരായി രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് BJP അതീവ ഗൗരവത്തിൽ കാണുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിരന്തരമായിട്ട് കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് മുമ്പ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലേ ദിവസവും തൊട്ടടുത്ത ദിവസങ്ങളിലും ഇതുപോലെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. BJPയെ കരിവാരിത്തേക്കാൻ ഈ സർക്കാർ ശ്രമിച്ചു. അതേ ശ്രമം തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പിണറായി വിജയൻ സർക്കാർ തിരുവനന്തപുരത്തെ 4 അസംബ്ലികൾക്കുള്ളിൽ വരുന്ന BJP കൗൺസിലർമാർ ജയിച്ച പ്രദേശങ്ങളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇത് അതിഗൗരവമായിട്ടെടുക്കുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക അധികാരപ്രകാരം ആഭ്യന്തരം മുതൽ വാട്ടർ സപ്ലൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷന് അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടാനുള്ള നിയമമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു, തിരുവനന്തപുരം നഗരത്തിൽ എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സത്വരമായിട്ടുള്ള ഇടപെടൽ വേണം. കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളിൽ പ്രതിഷേധം സൃഷ്ടിച്ച് അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് താക്കീത് നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ഇവിടുത്തെ കുടിവെള്ള വിതരണത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നും ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചും വേണ്ടി വന്നാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ കുടിവെള്ള വിതരണം ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണമെന്നും BJP ആവശ്യപ്പെടുകയാണ്. നീചമായി ഏത് ജനതയെയും എപ്പോഴും ദ്രോഹിച്ച് മാത്രം ശീലിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ ചമയ്ക്കുകയാണ്. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. പിണറായി വിജയൻ സർക്കാരും അതോടൊപ്പം തന്നെ നേമം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന മന്ത്രി ശിവൻകുട്ടിയും ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള പണിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്.